ഇതൊരു മലയാള സിനിമയല്ല, ഒരു തെലുങ്ക് സിനിമ തുടങ്ങിയിട്ട് അത് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. പണ്ട് കാലങ്ങളിൽ ഒരുപാട് തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമയൊക്കെ ഡബ് ചെയ്ത് വരുമായിരുന്നു. ഇപ്പോൾ സിനിമയുടെ ഒരു സ്ക്രീനിങ് സിസ്റ്റം എല്ലാം മാറി ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്നുള്ള സിനിമകളിലേക്ക് പോയി. മലയാളത്തിൽ നിന്നും അത്തരം സിനിമകൾ എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. കാര്യം ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം നിങ്ങൾ കണ്ടതൊന്നുമല്ല. അതിലെ ആക്ഷൻ സീക്വൻസ്, അതിലെ സോങ്, അതിലെ ഡാൻസ്, ഒരു കമേഴ്ഷ്യൽ ഫിലിമിലൂടെയാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മുകേഷ് സാർ ഹാസ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. ആൻഡ് എനിക്ക് എന്താ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. കാര്യം എന്നെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, കൂടുതൽ കണ്ണപ്പയെക്കുറിച്ചല്ല. എന്തായാലും ഒരുപാട് സന്തോഷം. കാര്യം ഇങ്ങനെ വേണം ഒരു ഇൻഡസ്ട്രി, ഒരു കുടുംബം പോലെ പോകുമ്പോഴാണ് അതിന് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നത്. ഇത് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലുള്ള ആക്ടേഴ്സ് ടുഗദറായിട്ടൊരു വലിയ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് ദേ ഹാവ് സക്സീഡഡ് ഇൻ ദാറ്റ്. ആൻഡ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മോഹൻ ബാബു സർ ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഗിവിംഗ് മീ എ റോൾ ലൈക്ക് ദിസ്. താങ്ക് യു വിഷ്ണു, താങ്ക് യു ഡയറക്ടർ ആൻഡ് ഓൾ ദ ടു സ്റ്റാർസ്. ആൻഡ് കണ്ണപ്പ എന്ന് പറയുന്നത് വളരെ അതിൽ എഴുതിയിട്ടുണ്ട്, അതൊരു വളരെ